കേരളം മൊത്തം നിലമ്പൂരായി ചുരുങ്ങിയ, അല്ലെങ്കിൽ കേരളം മൊത്തം നിലമ്പൂരിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങളാണ് കടന്നുപോയത്. പ്രചണ്ഡ പ്രചാരണം അഴിച്ചുവിട്ടു ഇരുമുന്നണികളും സകല സംഘടനാ സംവിധാനങ്ങളും. പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് എന്തൊക്കെ ആയുധങ്ങൾ എടുത്തിറക്കാമോ സകല ആയുധങ്ങളും സകല അടവുകളും പുറത്തെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അവസാന നിമിഷം വരെ, പ്രചണ്ഡ പ്രചാരണത്തിന്റെ അവസാന നിമിഷം വരെ ഇരുമുന്നണികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, അവിടുത്തെ മുൻ MLA, അദ്ദേഹം ചിത്രത്തിലേ ഇല്ല എന്ന്. അൻവർ ഇത് കേട്ട് പല സമയത്തും അൻവറിന്റേതായ രീതിയിലുള്ള മറുപടികളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അത് ചിരിച്ചു തള്ളി, ചിലപ്പോൾ ഇരു സ്ഥാനാർത്ഥികളെയും വെല്ലുവിളിച്ചു. പലപ്പോഴും അൻവർ ഒരു കാര്യം പറഞ്ഞു, ശരിയാണ്, അൻവർ ചിത്രത്തിലില്ല, പക്ഷേ നിലമ്പൂരിലെ ജനങ്ങൾ ചിത്രത്തിലുണ്ട് എന്ന്. നിലമ്പൂരിലെ ജനങ്ങൾ ചിത്രത്തിലുണ്ട് എന്ന് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ വോട്ടർമാർക്കും കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും മനസ്സിലായി. നമ്മൾ ഈ ചാനലില് സ്പെഷ്യൽ കറസ്പോണ്ടന്റില് ഒരു പോൾ നടത്തിയിരുന്നു, നിലമ്പൂരിൽ ആര് ജയിക്കും. അതിൽ 18% പേർ M സ്വരാജ് ജയിക്കുമെന്നും 18% പേർ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നും അഭിപ്രായപ്പെട്ടപ്പോൾ ബാക്കി 64% പേർ അഭിപ്രായപ്പെട്ടത് PV അൻവർ ജയിക്കുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും PV അൻവർ ആരാണ് എന്നുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത്. അപ്പൊ കേരളത്തിൽ PV അൻവറിനെ ഇഷ്ടപ്പെടുന്ന, നിലമ്പൂര് മാത്രമല്ല, PV അൻവറിനെ ഇഷ്ടപ്പെടുന്ന എത്രയൊക്കെയോ ആളുകളുണ്ട് എന്ന് നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെയും നിലമ്പൂരുകാരല്ലല്ലോ, അല്ലെങ്കിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പെടുന്നവരല്ലല്ലോ. അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളാണ് അങ്ങനെ ഒരു പോളിൽ പങ്കെടുക്കുന്നത് എന്നിരിക്കെ, അങ്ങനെ ഒരു പോളിൽ M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തോൽക്കുമെന്നും PV അൻവർ ജയിക്കുമെന്നും പറയണമെങ്കിൽ അത് ഈ ഇരുവർക്കും കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിന്റെ ഏതോ ഒരു 2-3 ഇരട്ടി വരുന്നുണ്ടെങ്കിൽ PV അൻവറിന് അത്യാവശ്യം കേരളത്തിൽ, നിലമ്പൂരിൽ മാത്രമല്ല പല ഇടങ്ങളിലും പല പോക്കറ്റുകളിലും ആ നിലയ്ക്ക് PV അൻവറിന് അണികളുണ്ട്, PV അൻവറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് വേണം കരുതാൻ. ഇടതുപക്ഷത്തായിരുന്നപ്പോൾ നമുക്കറിയാം PV അൻവറിനെ വെല്ലുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ലായിരുന്നു. എനിക്കൊന്ന് പിണറായി വിജയനേക്കാൾ വലിയ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടൊക്കെ PV അൻവർ മാറിയിട്ടുണ്ടായിരുന്നു. PV അൻവർ പറഞ്ഞാൽ, അല്ലെങ്കിൽ PV അൻവർ ഒരു പോസ്റ്റ് ഇട്ടാൽ PV അൻവറിന്റെ ആഹ്വാനങ്ങൾക്ക് അങ്ങനെ കാതോർത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരടക്കം ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അപ്പൊ ആ ഒരു കരുത്ത്, ആ ഒരു സ്ട്രെങ്ത്, അത് LDF വിട്ടപ്പോ അത് നന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നൊക്കെയാണ് സത്യത്തിൽ ഞാനൊക്കെ കരുതിയത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ഒരു കാട്ടുകടന്നലാണ് എന്ന്, അദ്ദേഹം ചങ്കൂറ്റമുള്ള നട്ടിലുള്ള നേതാവാണ് എന്ന് വിശ്വസിക്കുന്ന, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ, ഒരു ന്യൂനപക്ഷമെങ്കിൽ ന്യൂനപക്ഷം, അങ്ങനെ ഒരു ന്യൂനപക്ഷം എങ്കിലും, അങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തിരിച്ചറിയേണ്ടി വരികയാണ്. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നു. കേരളത്തിൽ ഇന്ന് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ PV അൻവറിനെ പോലെ ഏതെങ്കിലും ഇത്തരത്തിൽ LDFും UDFും നേരിട്ട് മത്സരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 20,000-ഓളം വോട്ട് പിടിക്കാൻ? LDFും UDFും നേരിട്ട് മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാത്രമല്ല, അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതായത് 2026 കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വരെ പ്രചരിപ്പിക്കപ്പെട്ടു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. എന്നിട്ടും ജയിക്കാൻ അധികം സാധ്യതയൊന്നുമില്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട PV അൻവർ എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ നേടുന്നത്? സാധാരണ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിക്ക് അത്രയും ഹാർഡ് കോർ ആളുകൾ മാത്രമേ, BJPയുടെ വോട്ടുകൾ പോലും പലപ്പോഴും കുറയുന്നത് അതുകൊണ്ടാണ്. കാരണം ജയിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനൊക്കെ ആയിട്ടാണ് വോട്ട് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് നിലമ്പൂരിൽ? അതിനെയൊക്കെ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അങ്ങനെയൊക്കെ അത്തരം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുമ്പോഴും തങ്ങൾ PV അൻവറിനൊപ്പമാണ്. ഇത്ര വലിയ മത്സരത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മന്ത്രിമാരും, മുഖ്യമന്ത്രിയും എത്ര മന്ത്രിമാരും എത്ര ദിവസം ക്യാമ്പ് ചെയ്തു? കേരളത്തിലെ എത്ര MPമാര്, രാജ്യസഭാ MPമാരടക്കം ഇടതുപക്ഷത്തിന് വേണ്ടി, അതുപോലെ ആ നിലയ്ക്കുള്ള കേരളത്തിലെ സകല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും വന്നിറങ്ങി നിലമ്പൂരിന്റെ വീടാന്തരം കയറി ഇറങ്ങി ഇടതുപക്ഷത്തിന് വേണ്ടി. സാംസ്കാരിക നായകരൊക്കെയും വന്നു. UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വന്നു. എന്തിന് പ്രിയങ്ക ഗാന്ധി വരെ, വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിയമസഭാ മണ്ഡലമായ നിലമ്പൂരിൽ ഏതാണ്ട് 60,000-70,000 വോട്ടുകളൊക്കെയാണ്
പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നത്. മുൻപ് രാഹുൽ ഗാന്ധിക്കും അങ്ങനെയാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ വന്ന് നേരിട്ട് ഇറങ്ങി പ്രചാരണം നയിച്ചു. അവിടെയാണ് PV അൻവറും കൂടി അതിന്റെ ഇടയ്ക്ക് മത്സരിക്കുന്നത്. PV അൻവറിന് വേണ്ടി ആര് വന്നു എന്ന് വെച്ചാൽ ആകെ ഒരു യൂസഫ് പത്താനാണ് വന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MP-യും അതുപോലെ മുൻ ക്രിക്കറ്ററുമായ യൂസഫ് പത്താനാണ് ഒരു റോഡ് ഷോയ്ക്ക്, അദ്ദേഹം ഒരു റോഡ് ഷോയ്ക്കാണ് വന്നത്, വീട് കയറാനൊന്നും വന്നില്ല. അങ്ങനെ വീട് വീടാന്തരം ഇങ്ങനെ ഇത്രയേറെ ആളുകൾ കയറി ഇറങ്ങി നടന്നിട്ടും PV അൻവർ അവിടെ 20,000-ഓളം വോട്ട് പിടിച്ചെങ്കിൽ അയാൾ ആരാണ് സത്യത്തിൽ? അയാൾ എന്താണ് കേരള രാഷ്ട്രീയത്തിലെ വിസ്മയം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും. അത് ഇന്ന് കേരളത്തിൽ PV അൻവറിന് മാത്രം കഴിയുന്ന ഒന്നാണ് എന്നും പറയേണ്ടി വരും. പ്രത്യേകിച്ചും അത്രയും വാശിയേറിയ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ചിലപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അത് അത്ര വലിയ അത്ഭുതമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു പൊതു തെരഞ്ഞെടുപ്പാണെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ ആര്യാടൻ ഷൗക്കത്തിന്റെ കുറച്ച് ആളുകൾ ഇപ്പൊ സ്വരാജ് മത്സരിക്കാൻ അങ്ങനെ ഒരു കോൺടാക്സിൽ സാധ്യതയില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കൂടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അവിടുത്തെ കുറെ LDF-കാരും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഈ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ അവിടുത്തെ മലപ്പുറം ജില്ലയിലെ എന്നല്ല കേരളത്തിലെ മുഴുവൻ ലീഗുകാർക്കും അവിടെ വന്ന് തമ്പടിക്കാനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും PC വിഷ്ണുനാഥിനും ഹൈബി ഈഡനും അതുപോലെ നമ്മുടെ VT ബൽറാമിനും അത്തരത്തിലുള്ള നേതാക്കൾക്കെല്ലാം കൂടി അവിടെ വന്ന് തമ്പടിച്ച് ചാണ്ടി ഉമ്മനും വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്തി ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതൊന്നും ആയിരുന്നില്ല നിലമ്പൂരിൽ. സത്യത്തിൽ യുദ്ധമായിരുന്നു നടന്നത്. അങ്ങനെ ഒരു യുദ്ധത്തിൽ വലിയ പടനായകരും വലിയ സൈന്യവും സകലമാന ആയുധങ്ങളുമുള്ള 2 പടകൾക്കെതിരെ പൊരുതിയിട്ടാണ് PV അൻവർ 19,760 വോട്ടുകൾ പിടിച്ചത് എന്ന് പറയുന്നത് അതൊരു അത്ഭുതം തന്നെയാണ്, ഒരു വിസ്മയം തന്നെയാണ്. ഈ വലിയ ഡയലോഗ് അടിക്കുന്ന ഒരാശാമാര് വിചാരിച്ചാലും എവിടെയെങ്കിലും പോയിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ തണലിൽ നിന്ന് മാറി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഡ്രസ്സിൽ നിന്ന് മാറി സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ഇങ്ങനെ ഒരു അത്ഭുതം കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. PV അൻവർ പിടിച്ച വോട്ടുകൾ നോക്കൂ. വഴിക്കടവ് പഞ്ചായത്തിൽ 4,544 വോട്ടുകൾ PV അൻവർ പിടിച്ചു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ PV അൻവർ ഞെട്ടിച്ചു. എടക്കരയിൽ 2,122, മൂത്തേടത്ത് 2,216, പോത്തുകല്ലിൽ 1,585, ചുങ്കത്തറയിൽ 2,824, നിലമ്പൂരിൽ 2,124, കരുളായിൽ 1,870, അമരമ്പലത്ത് 2,447. അതായത് ഇത്ര വലിയ മത്സരത്തിലും ഒരു പഞ്ചായത്തിൽ പോലും 1,500 വോട്ടിന് താഴെ പോകുന്നില്ല അൻവർ. മാത്രമല്ല വഴിക്കടവ് പഞ്ചായത്തിൽ 4,544 വോട്ട് പിടിക്കുന്നു. അപ്പൊ ഇത് കൃത്യമായൊരു ജനസ്വാധീനമാണ്. അദ്ദേഹത്തിന് അത്രയധികം വേരുകളും അത്ര ആഴത്തിലുള്ള ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് PV അൻവറിന് പരമാവധി കിട്ടാൻ സാധ്യതയുള്ളത് 7,000 വോട്ടാണ്. കാരണം അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പിടിച്ച വോട്ട്, നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് പിടിച്ച വോട്ട് 7,000-ലധികം വോട്ടാണ്. പരമാവധി അൻവറിന് ഈ ഇത്രയധികം കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് അന്ന് കിട്ടിയ 7,000 വോട്ടാണ്. അതിൽ കൂടുതൽ ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല എന്ന് വിലയിരുത്തിയ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അവസാനം ഫലം വന്നപ്പോൾ അന്താളിച്ചു പോയി എന്ന് തന്നെ പറയാം. അൻവർ ഈ മാധ്യമങ്ങളൊക്കെയും അൻവർ ചിത്രത്തിലേ ഇല്ല, അൻവർ മത്സരരംഗത്തേ ഇല്ല. പരമാവധി 5,000-7,000 വോട്ടുകൾ പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് അൻവറിന്റെ ജനസ്വാധീനം ഈ മാധ്യമങ്ങൾക്കെങ്കിലും ബോധ്യപ്പെട്ടത് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ ആ റോഡ് ഷോയിലാണ്. 22 കിലോമീറ്റർ നീണ്ട റോഡ് ഷോയിൽ അൻവർ തെളിയിച്ചു നിലമ്പൂരിന് അൻവർ ആരാണ് എന്ന്. അപ്പോ എന്നിട്ടും ഇപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വോട്ട് ഷെയറിലേക്ക് അൻവർ വന്നപ്പോ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പകുതി പിന്നിടും മുമ്പ് 10,000 വോട്ടുകൾ കടന്ന അൻവർ അൻവറിന്റെ ശക്തി തെളിയിച്ച, അൻവർ ആരാണെന്ന് തെളിയിച്ച ഘട്ടത്തിൽ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു, അടഞ്ഞ വാതിൽ തുറക്കാൻ താക്കോലുണ്ട്, താക്കോൽ പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അൻവറിനെ മുന്നണിയിൽ എടുത്തേക്കും എന്നൊരു സാധ്യതയും സൂചനയും പറഞ്ഞു. അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിച്ചേനെ എന്ന് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. അൻവറിനെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, തനിക്കും ലീഗിനും ആഗ്രഹമുണ്ടായിരുന്നു, അവസാനം വരെ അതിനുവേണ്ടി പണിയെടുത്തു എന്നൊക്കെ. പക്ഷേ ഇന്നും VD സതീശൻ ഒരു മാധ്യമത്തിന്, ഒരു ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അൻവർ അടഞ്ഞ അധ്യായമാണ് എന്നാണ്. ഓവർ കോൺഫിഡൻസ് ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ഒന്ന്, ചിലപ്പോ VD സതീശനോ കേരളത്തിലെ മറ്റ്
സതീശനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും ഇത്രയും ഒരു ജനസമ്മിതിയോ ഒരു പിന്തുണയോ ഒന്നും അവകാശപ്പെടാൻ ഉണ്ടാകില്ല. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയം കൂടി വിട്ടുകഴിഞ്ഞാൽ ഈ നേതാക്കളെ ഒന്നും ആർക്കും വേണ്ട. ആകെ എനിക്ക് തോന്നുന്നു അൻവറിനോട് ഏതെങ്കിലും തരത്തിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഇന്നുണ്ടെങ്കിൽ അത് കെ മുരളീധരനാണ്. കെ മുരളീധരനെ ഇവര് അടുപ്പിക്കത്തൂല്ല. കെ മുരളീധരനെ ഏതെങ്കിലും ഒരു താക്കോൽ സ്ഥാനത്തേക്ക്, ഇപ്പൊ KPCC പ്രസിഡന്റ് പോലെ ഒരു സ്ഥാനത്തേക്കൊക്കെ നിയോഗിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്വഭാവം മാറി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്വഭാവം മാറി. അതുണ്ടാക്കുന്ന ഒരു ആവേശം വലുതായിരിക്കും. അപ്പോ ഏതെങ്കിലും തരത്തിൽ അൻവറുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവ് കെ മുരളീധരനാണ്. അപ്പോ അൻവർ പോലെ ഒരു നേതാവ് ഇത്രയധികം ജനസമിതിയും പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവും ഒക്കെ ഉള്ള ഒരു നേതാവ് കോൺഗ്രസിലേക്ക് വന്നാൽ ഇവരൊക്കെ മങ്ങിപ്പോകുമോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണോ, ആ ഒരു വിഭ്രാന്തിയാണോ VD സതീശനെ ഒക്കെ അലട്ടുന്നത് എന്ന് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ലീഗിനും ഒന്നുമില്ലാത്ത ഒരു അസ്വസ്ഥത എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഈ VD സതീശനെ അൻവർ വിശേഷിപ്പിക്കുന്നത് മുക്കാൽ പിണറായി എന്നാണ്. പിണറായി വിജയനെ പോലെ ഒരു നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്നിറങ്ങി വന്ന ഒരാളിനെ എങ്ങനെയായിരിക്കും തന്റെയൊക്കെ കീഴിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അൻവറും ചില സമയങ്ങളിൽ അൻവർ വളരെ കാർക്കശ്യത്തോടെ കണിശതയോടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. സതീശനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. സതീശനെയും വെച്ചുകൊണ്ട് ഈ പരിപാടി നടക്കില്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ സതീശനെ മാറ്റണമെന്ന് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു വോട്ടെണ്ണൽ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിണറായിസ്ഥനെതിരെയുള്ള പോരാട്ടം, അതിന്റെ വലിയ വിജയം നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നു. അത് എനിക്ക് കിട്ടിയ ജനപിന്തുണയും വോട്ടുകളും അതും ആ കാര്യവും അടിവരയിടുന്നുണ്ട്. ഇനി എന്റെ ലക്ഷ്യം മരുമോനിസത്തിന്റെ അടിവേരിറക്കുകയാണ്. അതിനുവേണ്ടി മരുമോനെ എതിരെ മത്സരിക്കാൻ, മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കാൻ താൻ തയ്യാറാണ്, യുഡിഎഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതുപോലെ VD സതീശനുമായി വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്ന നിലയിലൊക്കെ VD സതീശന് വഴങ്ങുന്ന രീതിയിലാണ് വേണമെങ്കിൽ അൻവർ സംസാരിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല. ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിന്റെ വേരിറക്കാൻ നിൽക്കുന്ന, ഒപ്പം മരുമോനിസത്തിന്റെ വേരിറക്കാൻ നിൽക്കുന്ന അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ അത് നൽകുന്ന ഊർജം വലുതായിരിക്കും. അത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് അൻവറിന്റെ സാന്നിധ്യം നൽകുന്ന ഊർജം ഒരേ സമയം വലുതായിരിക്കുന്ന പോലെ തന്നെ അൻവറിന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവും അതിന്റെ അണികളും നൽകുന്ന പിൻബലവും വലുതായിരിക്കും. മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ലീഗിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്തുണ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഇപ്പോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ അൻവർ ഇങ്ങനെ മത്സരിച്ചിട്ടും ഇത്ര കാര്യമായൊരു ലീഡിൽ 10-11,000 കടന്ന ലീഡിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് കേരളമെമ്പാടുമുള്ള ഒരു ട്രെൻഡായിട്ടൊക്കെ കോൺഗ്രസ്സുകാർ വിലയിരുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ലല്ലോ. അപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, PV അൻവറിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല. PV അൻവർ കരുത്ത് തെളിയിച്ചു. അതുപോലെ അവിടെ കോൺഗ്രസിന്റെ വിജയമൊന്നുമല്ല ഉണ്ടായത്, അവിടെ ലീഗിന്റെ വിജയമാണ്. നമുക്കറിയാമല്ലോ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനം, അത് മലപ്പുറം ജില്ലയിലെ തന്നെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെയും യൂത്ത് ലീഗുകാരുടെയും ഒക്കെ അതിശക്തമായ പ്രവർത്തനം തന്നെയാണ്. അവരൊരു മണ്ഡലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അവര് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ മെഷീനറി ഉണ്ട്. നമ്മളിപ്പോ ലീഗിന്റെ മുൻപ് മുസ്ലിം എന്നൊരു വാക്ക് കിടക്കുന്നത് കൊണ്ട് അതിനെന്തെങ്കിലും കുറവുണ്ടെന്ന് വിചാരിച്ചിട്ടോ അതെന്തെങ്കിലും പ്രശ്നമുള്ള പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ടോ കാര്യമില്ല. CPM-നെ പോലും വെല്ലുവിളിക്കുന്ന സംഘടനാ സംവിധാനം, സുസജ്ജമായ സംഘടനാ സംവിധാനം മലപ്പുറം ജില്ലയിലെങ്കിലും ഉണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം മുസ്ലിം ലീഗിന്റെ അതിശക്തമായ അതികഠിനമായ പ്രയത്നവും, 2 കോൺഗ്രസിലെ യുവനിരയുടെ, ഷാഫി പറമ്പിൽ മുതൽ ചാണ്ടി ഉമ്മൻ വരെയുള്ള കോൺഗ്രസിലെ യുവനിരയുടെ അതിശക്തമായ പ്രവർത്തനവും ഈ 2 കാര്യങ്ങളാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്തിനെ പോലെ മതനിരപേക്ഷ മനസ്സുള്ള, ആര്യാടൻ മുഹമ്മദിനെ പോലൊരു മനുഷ്യന്റെ മകൻ, ഒരു കലാകാരൻ, അങ്ങനെയൊക്കെ ആര്യാടൻ ഷൗക്കത്ത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. സ്വരാജ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച, CPM-ന് ഫീൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയും കേരളത്തിലെ ഏറ്റവും മികച്ചൊരു മനുഷ്യസ്നേഹിയും ഒക്കെ ആയതുകൊണ്ടാണ് സ്വരാജിനെ അനുകൂലിച്ചുകൊണ്ടും ഈ സാംസ്കാരിക പ്രവർത്തകരും കവികളും എല്ലാവരും ഇങ്ങനെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും രംഗത്ത് വന്നത്. അപ്പൊ ഇതിനൊക്കെ ഇടയിലാണ് PV അൻവർ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് വ്യത്യസ്തനായി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോരാടി, ഈ പടകളോടൊക്കെ ഒറ്റയ്ക്ക് പോരാടി ഇത്രയധികം വോട്ടുകൾ സമാഹരിക്കുന്നത്. അപ്പോഴും അദ്ദേഹത്തെ അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന്
പിടികിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഈ മാണി ഗ്രൂപ്പൊക്കെ പോയ ശേഷം കോൺഗ്രസിനുണ്ടായ വലിയ ക്ഷീണത്തെക്കുറിച്ച് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്കെങ്കിലും അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ കൂടെ കൂട്ടാൻ കഴിയാവുന്ന എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് എന്നുള്ള നിലയിലല്ല, പക്ഷേ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി യോജിച്ചു പോകാൻ പറ്റുന്നവരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുക എന്നുള്ളതാണ് ബുദ്ധി. അതല്ലെങ്കിൽ ഇത് നൽകുന്ന അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ചെന്നിറങ്ങി കൊടുത്താൽ ഇപ്പോഴും 2026 കളവൊന്നും നമുക്ക് വ്യക്തമല്ല. നമുക്ക് അങ്ങ് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു നിയമസഭാ മണ്ഡലത്തിലെ മത്സരമല്ല, 139 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ വേറെയുണ്ട് എന്ന് ഓർക്കുകയും അവിടെയൊന്നും അത്ര ഗംഭീരമായ ഒരു സാഹചര്യമൊന്നും UDF അനുകൂലമായിട്ട്, പ്രത്യേകിച്ചും UDF നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ടൊക്കെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ഭഗീരഥ പ്രയത്നം മുന്നിലുണ്ട്. 2021 എന്തുകൊണ്ടാണ് തുടർഭരണം വന്നതെന്ന് ചോദിച്ചാൽ കേരളം വീണ്ടും ഭരിക്കാൻ യോഗ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ജനങ്ങൾക്ക് തോന്നി. അദ്ദേഹം കേരളത്തിന് കാവലാകും, കരുത്താകും, അദ്ദേഹമാണ് ക്യാപ്റ്റൻ എന്ന് കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്കല്ലല്ലോ തോന്നിയത്, അല്ലെങ്കിൽ 10 മണ്ഡലത്തിലെ ജനങ്ങൾക്കല്ലല്ലോ തോന്നിയത്. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 99 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ മനുഷ്യർക്ക് അത് തോന്നിയത് കൊണ്ടാണല്ലോ, അതാണ് പൊതുവികാരം എന്നതുകൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗം അലയടിച്ചത്. 2016 നേടിയ വോട്ടിനേക്കാൾ 8 സീറ്റ് കൂടുതൽ നേടിക്കൊണ്ട് 2021 ചരിത്രത്തിലാദ്യമായി തുടർഭരണത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് 2026 കോൺഗ്രസ് ഇത്ര വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങളെങ്കിലും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന്, കോൺഗ്രസ് നിലനിൽക്കണമെന്ന്, UDF നിലനിൽക്കണമെന്ന്, ലീഗ് നിലനിൽക്കണമെന്ന്, അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പൊ ഇന്നിപ്പോ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള പോലെ ചിലപ്പോ ലീഗിന് വേണമെങ്കിൽ അൻവറിനെ ഏറ്റെടുക്കുകയും ചെയ്യാമല്ലോ. ലീഗിനെ സംബന്ധിച്ച് അൻവറിനെ പോലെ ഒരു നേതാവ് മലപ്പുറം ജില്ലയിലെ അങ്ങനെ ഒരു നേതാവ് വന്നാൽ അത് വലിയൊരു പ്ലസ് ആയിരിക്കും. അൻവറിന് മാത്രമല്ല, അത് ലീഗിനും വലിയൊരു പോസിറ്റീവായ ഘടകമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ PV അൻവർ ഒരു കാര്യം തെളിയിക്കുന്നു: കേരള രാഷ്ട്രീയത്തിൽ താൻ ഏറ്റവും കരുത്തനായ ഒരു ഒറ്റയാനാണ്. കേരള രാഷ്ട്രീയത്തിൽ താൻ പ്രസക്തനാണ്, അനിവാര്യനാണ്. കേരള രാഷ്ട്രീയത്തിൽ പുത്തൻ വീട്ടിൽ അൻവർ തുടരും എന്ന് തന്നെ തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. PV അൻവർ വാരിക്കൂട്ടിയ വോട്ടുകൾ അത് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും, അത് ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നും തീർച്ചയാണ്.